അമൃത് വേണി ലൈഫ് സ്ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഈ ഓണം കളറാവട്ടെ പുളിമൂട്ടിൽ സിൽക്സ്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20 വ്യാഴാഴ്ച. വീണ വിജയൻ ഇന്റർനെറ്റ് കോളുകൾ വിളിച്ച് അനധികൃത പണമിടപാടുകൾ നടത്തിയത് കോഴിക്കോട്ടെ DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിന്റെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചാണെന്ന് എൻഫോഴ്സ്മെന്റ്. 20 കോടി രൂപയുടെ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. വീണയും റിയാസും ആവശ്യപ്പെട്ടിട്ടാണ് സിം എടുത്തതെന്നാണ് നന്ദുലാലിന്റെ മൊഴി. വീണയെ എൻഫോഴ്സ്മെന്റ് വീണ്ടും ചോദ്യം ചെയ്യും. രാഹുൽ ഗാന്ധി നടത്തുന്ന ഛാത്രോം കി ഗൂഞ്ച് വിദ്യാർത്ഥി സമ്മേളനം 800 നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനിച്ചു. പരീക്ഷാ ക്രമക്കേടുകൾ, അയോധ്യ ക്ഷേത്രക്കൊള്ള, തൊഴിലില്ലായ്മ എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചാകും പ്രചാരണവും സംവാദവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും മുന്നിൽ നിർത്തി BJPയെ ചെറുക്കാനാണ് തീരുമാനം. വന്ദേമാതരം പൂർണ്ണമായും ആദരവോടെയും ആലപിക്കണമെന്ന് പാർലമെന്റിൽ നിയമം പാസാക്കിയതാണെന്നും പൂർണ്ണമായും ആലപിക്കാത്തത് കുറ്റകരമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആദ്യ 2 ചരണങ്ങൾ മാത്രമേ ആലപിക്കൂ എന്ന നിലപാടെടുത്ത കോൺഗ്രസ് അഭിനവ മുസ്ലിം ലീഗായി മാറിയെന്നും അദ്ദേഹം പരിഹസിച്ചു. മുട്ടിൽ മരമുറി കേസിൽ വിചാരണ സ്റ്റേ ചെയ്യണമെന്ന അഗസ്റ്റിൻ സഹോദരങ്ങളുടെ ഹർജി ഹൈക്കോടതി തള്ളി. പ്രതി റോജി അഗസ്റ്റിൻ കോടതിയിൽ ഹാജരായി. ആൻഡോ അഗസ്റ്റിനും ജോസ് കുട്ടി അഗസ്റ്റിനും എത്തിയില്ല. മറ്റ് പ്രതികൾ എവിടെയെന്ന് കോടതി ചോദിച്ചു. കോടതിയെ കളിയാക്കുകയാണോ എന്നും കോടതി ആരാഞ്ഞു. മുട്ടിൽ മരമുറി വഞ്ചന കേസ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് പരിഗണിക്കാൻ അധികാരമില്ലെന്ന വാദവുമായി അഗസ്റ്റിൻ സഹോദരന്മാർ കോടതിയിൽ പുതിയ ഹർജി നൽകി. ഹർജി കോടതി നാളെ പരിഗണിക്കും. DGP S. ശ്രീജിത്തിനെതിരായ ഹർജിയിൽ ഹാജരായ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലമിനെ നിർത്തിപ്പൊരിച്ച് ഹൈക്കോടതി. നേരിട്ട് ഹാജരാകാനുള്ള ഉത്തരവിനെതിരെ കീഴുദ്യോഗസ്ഥൻ വഴി അവധി ചോദിച്ചതിനാണ് വിമർശനം. സംസ്ഥാനത്തെ ഉന്നത കോടതിയാണെന്നും വില്ലേജ് ഓഫീസല്ലെന്നും ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞു. ആവർത്തിച്ചാൽ കോടതിയലക്ഷ്യ നടപടിയെടുക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. ശ്രീജിത്തിനെതിരായ വിജിലൻസ് അന്വേഷണം തീരുമാനിക്കാത്തതിനാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെ കോടതി വിളിച്ചുവരുത്തിയത്. DGP S. ശ്രീജിത്തിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ച ഹർജിക്കാരനോട് പുതിയ ഹർജി സമർപ്പിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശയാത്ര നടത്തി യൂണിഫോം ധരിച്ച് UAEയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. ഗതാഗത കമ്മീഷണറായിരിക്കെ അഴിമതി നടത്തി തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളാണ് പുതുതായി ഉന്നയിച്ചിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ കോഴിക്കോട്ടെ ലേക്കർ ഇന്ത്യ കോർപ്പ് ഓഫീസ് അടഞ്ഞുകിടക്കുന്നു. കമ്പനി വിവരങ്ങൾ വെള്ളപ്പേപ്പറിൽ പ്രിന്റ് ചെയ്ത് വാതിൽക്കൽ പതിപ്പിച്ച നിലയിലാണ്. ലേക്കർ ഇന്ത്യയുടെ പാർട്ണറായ അനീസിന്റെ പേരിലാണ് 2023 മുറി വാടകയ്ക്ക് എടുത്തത്. വല്ലപ്പോഴും മാത്രമേ മുറി തുറക്കാറുള്ളൂവെന്ന് ഉടമ മമ്മദ് അലി പറഞ്ഞു. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതലേ അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയതെന്ന് BJP നേതാവ് ഷോൺ ജോർജ്. പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരായ ED നടപടിയിൽ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന പ്രതികരണവുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വീണയുടെ ഹവാല ഇടപാട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ മുൻപാകെ വന്നിട്ടില്ലെന്നും ചെന്നിത്തല ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോഴിക്കോട് കൊടുവള്ളിയിൽ മോഷണക്കുറ്റം ആരോപിച്ച് 7ാം ക്ലാസ്സുകാരനെ മർദ്ദിച്ച സംഭവത്തിൽ കുട്ടിയുടെ പിതൃസഹോദരൻ, ഭാര്യ എന്നിവർക്കെതിരെ കേസെടുത്ത് പോലീസ്. പരാതിയില്ലെന്ന പേരിൽ കൊടുവള്ളി പോലീസ് നേരത്തെ സംഭവത്തിൽ കേസെടുത്തിരുന്നില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇടപെട്ട് റൂറൽ SP-ക്ക് നിർദ്ദേശം നൽകിയതനുസരിച്ചാണ് കൊടുവള്ളി പോലീസ് കേസെടുത്തത്. ലയണൽ മെസ്സിയെ കേരളത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പുകളിലെ നികുതി വെട്ടിപ്പിൽ ഒരു ഉദ്യോഗസ്ഥനും കൂടി വീഴ്ച സംഭവിച്ചെന്ന് SIT. മേൽനോട്ടം വഹിക്കേണ്ട ഉന്നത ഉദ്യോഗസ്ഥനെതിരെ കൂടി നടപടിയെടുക്കാൻ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ഇന്ന് കൈമാറും. നേരത്തെ 3 ഉദ്യോഗസ്ഥർക്ക് ചാർജ് മെമ്മോ നൽകിയിരുന്നു.
എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേണി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പുരാരേഖ വകുപ്പിലും PSC നിയമന തട്ടിപ്പ്. അന്വേഷണത്തിന് സർക്കാർ നീക്കം. PSC നടത്തുന്ന അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫീസർ നിയമനം സംബന്ധിച്ച് മന്ത്രി OJ ജനീഷ് റിപ്പോർട്ട് തേടി. സ്പെഷ്യൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. നിയമന പട്ടികയിൽ CPM ബന്ധമുള്ള ഒരു ഉദ്യോഗാർത്ഥി മാത്രമാണുള്ളത്. അഭിമുഖത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. പുലിക്കളിക്കെതിരെ നടൻ VK ശ്രീരാമൻ. പുരുഷന്മാർ മാറും വയറും വളർത്തി രൂപവൈകൃതമുണ്ടാക്കി പെയിന്റ് അടിച്ച് തുള്ളുന്നത് കലാരൂപമല്ലെന്നും ആഭാസമാണെന്നും VK ശ്രീരാമൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. കണ്ടാൽ ഓക്കാനം വരുന്ന ഇത്തരം കലാവൈകൃതം ലോകത്ത് ഒരിടത്തുമില്ല. നാട്യശാസ്ത്രത്തിൽ ഈ കുംഭകുലുക്കി കളിയെ ശാർദൂല വിക്രീഡിതം എന്നാണ് പറയുന്നതെന്നും ശ്രീരാമൻ പരിഹസിച്ചു. പുലിക്കളിയെക്കുറിച്ചുള്ള VK ശ്രീരാമന്റെ പരാമർശം അപലപനീയമാണെന്ന് BJP. പ്രസ്താവന പിൻവലിച്ച് അദ്ദേഹം തൃശൂർ ജനതയോട് മാപ്പ് പറയണമെന്ന് BJP CT ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ആവശ്യപ്പെട്ടു. ശബരിമല നിലയ്ക്കലിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ ചുറ്റിക്കറങ്ങിയെങ്കിലും ഇറങ്ങാതെ മടങ്ങി. ഹെലികോപ്റ്ററിന്റെ വരവ് പരിഭ്രാന്തിക്കിടയാക്കി. ഹെലിപാഡിൽ ലാൻഡ് ചെയ്യുമെന്ന് കരുതിയെങ്കിലും കുറച്ചു നിമിഷം അന്തരീക്ഷത്തിൽ നിന്ന ശേഷം ഹെലികോപ്റ്റർ തിരികെ പറക്കുകയായിരുന്നു. വിരമിച്ച അംഗനവാടി ജീവനക്കാർക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. 3 മാസത്തെ പെൻഷനാണ് ആദ്യഘട്ടം വിതരണം ചെയ്യുക. അംഗനവാടി പെൻഷൻ വിതരണത്തിന് സംസ്ഥാന സർക്കാർ 2 ഘട്ടങ്ങളിലായി 34 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. തനിക്കെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് റാപ്പർ വേടൻ സൈബർ പോലീസിനും DGPക്കും പരാതി നൽകി. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്കും തിരിച്ചും ഓഗസ്റ്റ് 29 മുതൽ 2 സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ വീതം നടത്തും. റിസർവേഷൻ ആരംഭിച്ചു. നേരത്തെ എറണാകുളം വേളാങ്കണ്ണി റൂട്ടിലും സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചിരുന്നു. സ്വാശ്രയ കോളേജുകളിലെ MBBS കോഴ്സിന് 4.5 വർഷത്തേതിന് പകരം 5 വർഷത്തെ ഫീസ് ഈടാക്കിയതിലെ അധിക തുക തിരിച്ചു നൽകാൻ ഉത്തരവിറക്കാതെ സർക്കാർ. ഇപ്പോഴും 5 വർഷത്തെ ഫീസ് അടയ്ക്കേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. മലമ്പുഴ ഉദ്യാന നവീകരണം ഡിസംബർ 31 മുൻപ് പൂർത്തീകരിച്ച് ജനുവരി 1 ഉദ്യാനം തുറന്നുകൊടുക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരം മൃഗശാലയിൽ ഗുജറാത്തിൽ നിന്ന് സീബ്രയെ എത്തിച്ചു. സിംഹവാലൻ കുരങ്ങനെയും രാജവെമ്പാലയെയും പകരമായി നൽകിയാണ് സീബ്രയെ എത്തിച്ചത്. രാജ്യത്തെ 121 ടൗൺ പ്ലാസകളിൽ ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ ഓൺലൈൻ ഫാസ്ടാഗ് ലോക്കൽ പാസ് സൗകര്യം ആരംഭിച്ചു. യോഗ്യതയുള്ളവർക്ക് ഇനി ടോൾ പ്ലാസയിൽ നേരിട്ടെത്താതെ തന്നെ മൊബൈൽ ആപ്പ് വഴി ലോക്കൽ പാസിന് അപേക്ഷിക്കാം. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി കേരള മുഖ്യമന്ത്രി VD സതീശൻ. ചെന്നൈ മഹാബലിപുരത്ത് നടക്കുന്ന ദക്ഷിണ മേഖലാ കൗൺസിലിന്റെ 31ാം യോഗത്തിനിടെയാണ് മുഖ്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും ഒപ്പമുണ്ടായിരുന്നു. ദക്ഷിണ മേഖലാ കൗൺസിലിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിച്ചു. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം. താൻ പ്രസംഗിച്ച വേദിയിൽ സംഘപരിവാർ പ്രവർത്തകർ ശുദ്ധികലശം നടത്തിയ സംഭവത്തിൽ പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ലെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ പറഞ്ഞു. പല നേതാക്കളും വിഷയത്തിൽ മൗനം പാലിച്ചുവെന്ന് അദ്ദേഹം വിമർശിച്ചപ്പോൾ പാർട്ടി ഒന്നാകെ ഖാർഗെക്കൊപ്പമുണ്ടെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. ഗുജറാത്തിലെ ഭാവ്നഗറിൽ പോലീസിൽ ജോലി ലഭിച്ചതിന്റെ ആഘോഷത്തിനിടെ വ്യാജമദ്യം കഴിച്ചു മരിച്ചവരുടെ എണ്ണം 7ആയി. 12 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 21 പേർക്കെതിരെ പോലീസ് കേസെടുത്തതായും റിപ്പോർട്ടുണ്ട്. വീൽചെയറിൽ കഴിഞ്ഞിരുന്ന അമ്മയെ ട്രെയിനിന് മുന്നിലേക്ക് തള്ളിയിട്ട് കൊന്ന് മകൻ. തമിഴ്നാട് തിരുവള്ളൂർ മനവൂർ സ്റ്റേഷന് സമീപമാണ് സംഭവം. ആവടി ഹെവി വെഹിക്കിൾസ് ഫാക്ടറിയിൽ കരാർ ജീവനക്കാരനായ പാർത്ഥസാരഥിയാണ് അമ്മ പത്മാവതിയെ കൊന്നത്. വീൽചെയറോടെ റെയിൽവേ ട്രാക്കിലേക്ക് തള്ളിയിടുകയായിരുന്നു. ജമ്മു കാശ്മീർ ഇന്ത്യയുടെ പ്രധാന ഭാഗമെന്ന US അംബാസഡറുടെ പ്രസ്താവന സ്വാഗതാർഹമെന്ന് സർക്കാർ. സെർജിയോ ഗോറിന്റെ പ്രസ്താവന US നയം മാറുന്നതിന്റെ സൂചനയെന്ന് ഇന്ത്യയുടെ വിലയിരുത്തൽ. അതേസമയം ഗോറിന്റെ പ്രസ്താവനയിൽ കടുത്ത അതൃപ്തിയാണ് പാകിസ്ഥാൻ രേഖപ്പെടുത്തിയത്.
US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി പാകിസ്ഥാൻ പ്രതിഷേധം അറിയിച്ചു. തെലങ്കാനയിൽ സ്കൂൾ പ്രിൻസിപ്പാളിനെ കൊലപ്പെടുത്തിയത് വീട്ടിൽ മോഷണത്തിന് ശ്രമിച്ച വിദ്യാർത്ഥികളാണെന്ന് പോലീസ്. നൽഗൊണ്ട ജില്ലയിലെ കൊണ്ടമല്ലപ്പള്ളി നാഗാർജുന ഗ്രാമർ കൺസെപ്റ്റ് സ്കൂൾ പ്രിൻസിപ്പൽ കല്ലൂരൂപ റെഡ്ഡിയാണ് കൊല്ലപ്പെട്ടത്. സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 2 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ 4 മാസത്തിനിടെ വധശിക്ഷ വിധിച്ചത് 22 പ്രതികൾക്ക്. പിന്നാലെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി രവികുമാർ ദിവാകറിന്റെ കോടതിയിൽ നിന്ന് 100ഓളം കൊലക്കേസുകൾ മറ്റു കോടതികളിലേക്ക് മാറ്റി. കർണാടകത്തിലെ യാദ്ഗിരി ജില്ലയിൽ മക്കളെ കനാലിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ പിതാവ് കസ്റ്റഡിയിൽ. 9 വയസ്സുള്ള പെൺകുട്ടിയും 2.5 വയസ്സുള്ള സഹോദരനുമാണ് കൊല്ലപ്പെട്ടത്. കുട്ടികൾക്ക് അമ്മയോടുള്ള അടുപ്പമാണ് ക്രൂരകൃത്യത്തിന് പിന്നിലെന്ന് മൊഴി. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് പുറത്തെ അനധികൃത നിർമ്മാണങ്ങളും ബാരിക്കേഡുകളും പൊളിച്ചു നീക്കി. RSSനെതിരെ ഉപരോധം വേണമെന്ന US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പ്രതിനിധികൾ അമേരിക്കൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. RSS നേതാക്കൾക്ക് നയതന്ത്ര പരിരക്ഷയോ ഉന്നതതല യോഗങ്ങളോ അനുവദിക്കരുതെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഈ മാസം 29-ന് ന്യൂയോർക്കിൽ യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻസിൽ പങ്കെടുക്കാൻ RSS മേധാവി മോഹൻ ഭാഗവത് എത്താനിരിക്കെയാണ് ഈ നീക്കം. സുപ്രധാന എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ നാവികസേന സാന്നിധ്യം ശക്തമാക്കിയതോടെ ജലപാതയ്ക്ക് മേൽ ഇറാനുണ്ടായിരുന്ന സ്വാധീനം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ട്. 2 ആഴ്ചയായി കടലിടുക്കിലൂടെയുള്ള കാർഗോ നീക്കത്തിന്റെ 80%-ത്തിലധികവും ഒമാൻ റൂട്ടിലൂടെയാണ് നടന്നിട്ടുള്ളത്. UN അംഗീകരിച്ചതും എന്നാൽ ഇറാൻ ശക്തമായി എതിർത്തതുമായ റൂട്ടാണിത്. US ഇറാൻ യുദ്ധം 6ാം മാസത്തിലേക്ക് കടക്കവേ ഇറാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്കെതിരെ കടുത്ത സാമ്പത്തിക നടപടികൾ സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മുൻപെങ്ങുമില്ലാത്ത ഉപരോധം ഒറ്റപ്പെടുത്തലുമായിരിക്കും ഇറാൻ നേരിടേണ്ടി വരികയെന്നും ട്രംപ് പറഞ്ഞു. ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് സഖ്യം ക്വാർട്ടർ ഫൈനലിലേക്ക്. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ 7ാം സീഡുകാരായ ജപ്പാന്റെ സഖ്യത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് അട്ടിമറിച്ചാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ വിജയം. ലോക റാങ്കിങ്ങിൽ 39ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സഖ്യം 21-16, 21-12 എന്ന സ്കോറിനാണ് ജാപ്പനീസ് സഖ്യത്തെ തകർത്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.